എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നല്ലൊരു നാടൻ ചക്കക്കുരു മാങ്ങാ കറിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. ഞാനിവിടെ 20 ചക്കക്കുരുവാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് വൃത്തിയാക്കി എടുത്തിട്ട് വരാം. ഞാനിപ്പോൾ ഈ എടുത്തു വെച്ചിരുന്ന എല്ലാ ചക്കക്കുരുവും ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഓരോ ചക്കക്കുരുവും രണ്ടായിട്ടാണ് മുറിച്ചിട്ടുള്ളത്. വലുതാണ് എന്നുണ്ടെങ്കിൽ ഒരു 4 കഷ്ണങ്ങളൊക്കെ ആക്കാം. ഞാനിതൊരു പ്രഷർ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. ഇതിൻ്റെ കൂടെ തന്നെ 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു 1.5 ഗ്ലാസ് വെള്ളമാണ് ചേർക്കുന്നത്. നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുത്ത ശേഷം പ്രഷർ കുക്കർ അടച്ചു വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. 3 വിസിൽ വരുന്നത് വരെയാണ് ഞാനിത് വേവിച്ചെടുക്കുന്നത്. ചില ചക്കക്കുരുവിന് കൂടുതൽ വേവുണ്ടാവും, അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇതിവിടെ വേവുന്ന സമയത്ത് ഞാനൊരു മീഡിയം വലുപ്പത്തിലുള്ള മാങ്ങ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് അരപ്പിന് വേണ്ടിയിട്ട് 1 കപ്പ് നിറയെ തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിൽ 2 ചെറിയ ഉള്ളിയും ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ ഇതൊന്ന് അരച്ചെടുക്കണം. ഇപ്പോൾ പ്രഷറൊക്കെ നന്നായിട്ട് പോയ ശേഷമാണ് ഞാൻ കുക്കർ തുറന്നിട്ടുള്ളത്. ചക്കക്കുരു നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു മാങ്ങയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. മാങ്ങ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം കുക്കർ അടച്ചു വെച്ചിട്ട് 1 വിസിൽ വരുന്നത് വരെ ഇതൊന്ന് വേവിച്ചെടുക്കാം. ഞാനിതൊരു മൺചട്ടിയിലാണ് ഈ കറി തയ്യാറാക്കുന്നത്. അപ്പോൾ വേവിച്ചെടുത്ത ചക്കക്കുരു മാങ്ങയും ഈ മൺചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കുക്കറിൽ തന്നെ തയ്യാറാക്കി എടുക്കാം. ഞാനിത് വീഡിയോയിൽ നന്നായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഇതൊരു മൺചട്ടിയിലേക്ക് മാറ്റിയിട്ടുള്ളത്. കുറച്ച് കഷ്ണങ്ങൾ ഞാൻ ഇതുപോലെ ഒന്ന് ഈ സ്പൂൺ ഉപയോഗിച്ചിട്ട് ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒന്ന് ഉടച്ചെടുത്തിട്ട് തയ്യാറാക്കുന്നതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. നിങ്ങൾക്കിതുപോലെ ഉടച്ചെടുക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് കഷ്ണങ്ങളൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു നാടൻ കറിയാണിത്. അപ്പോൾ ഇനി ചക്കക്കുരു കിട്ടുമ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുതേ. തേങ്ങ അരച്ചതാണ് ഇപ്പോൾ ചേർത്തത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ നല്ല കുറുകിയിട്ടാണ് ഇരിക്കുന്നത്. ഇനി ആ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതുകൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ചാറാണ് ആവശ്യം അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. ഈ അരപ്പിൻ്റെ ഒരു പച്ചമണം ഒന്ന് മാറി കിട്ടണം. ഈ സമയത്ത് ഉപ്പൊക്കെ പാകമാണോ എന്ന് നോക്കണം. കുറവാണെങ്കിൽ അല്പം കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് ഒന്ന് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇവിടെ ഉപ്പൊക്കെ പാകത്തിനുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കുകയാണ്. ഇനി ഇതിലേക്ക് താളിച്ച് ചേർക്കാനായിട്ട് അല്പം വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കിയെടുത്ത ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകാണ് ചേർത്തത്. കടുക് നല്ലതുപോലെ ഒന്ന് പൊട്ടി വരുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 4 ചുവന്നുള്ളിയാണ്. ഇതിൻ്റെ കൂടെ തന്നെ 1 തണ്ട് കറിവേപ്പിലയും 3 ഉണക്കമുളകും കൂടി ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഞാനിതിലേക്ക് ഒരു 2 നുള്ള് മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റെപ്പ് നിർബന്ധമില്ല, നിങ്ങൾക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ ഇത് ഒഴിവാക്കാവുന്നതാണ്. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം തയ്യാറാക്കി വെച്ചിരിക്കുന്ന കറിയിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നല്ല രുചികരമായിട്ടുള്ള നാടൻ ചക്കക്കുരു മാങ്ങാക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. 5 മിനിറ്റിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു നാടൻ കറി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നമ്മുടെ ചാനലിലെ റെസിപ്പികളൊക്കെ ഇഷ്ടമാകുന്നുവെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്